എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം, അതായത് സോഷ്യൽ സയൻസ് ഒന്നാമത്തെ പാഠമായിട്ടുള്ള മെഡീവൽ ഇന്ത്യ ദ സെന്റേഴ്സ് ഓഫ് പവർ എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ദി എക്സ്പാൻഷൻ ഓഫ് ദി സുൽത്താനേറ്റ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഖൽജി ഡൈനാസ്റ്റി സക്സീഡഡ് ദ മംലൂക്ക് ഡൈനാസ്റ്റി. അപ്പോൾ മംലൂക്ക് ഡൈനാസ്റ്റിനെ സക്സീഡ് ചെയ്തിട്ട്, അതായത് മംലൂക്ക് ഡൈനാസ്റ്റിനെ ഓവർകം ചെയ്ത് ഖൽജി ഡൈനാസ്റ്റി അവരെ കീഴ്പ്പെടുത്തി. ഓക്കെ, ഖൽജി ഡൈനാസ്റ്റി വിജയിച്ചു. അലാവുദ്ദീൻ ഖിൽജി വാസ് ദി മോസ്റ്റ് പ്രോമിനന്റ് എമംഗ് ദ ഖൽജി റൂളേഴ്സ്. അപ്പൊ ഖൽജി റൂളേഴ്സിൽ മോസ്റ്റ് പ്രോമിനന്റ് ആരായിരുന്നു? അലാവുദ്ദീൻ ഖൽജി ആയിരുന്നു ഏറ്റവും ഫേമസ് റൂളർ. It was during his reign that the south and west regions of India came under the Delhi Sultanate. ആളുടെ ഒരു ഭരണസമയത്താണ് സൗത്തിലെയും അതുപോലെ തന്നെ വെസ്റ്റ് റീജിയൻസ്, ഇന്ത്യയിലെ സദേൺ റീജിയൻസിലും വെസ്റ്റ് റീജിയൻസിലൊക്കെ ഉള്ള ഏരിയാസ് ഡൽഹി സുൽത്താന്റെ കീഴിലായത്. ഗുജറാത്ത് വാസ് ദി ഫസ്റ്റ് റീജിയൻ ദാറ്റ് കെയിം അണ്ടർ ഹിസ് കൺട്രോൾ. അപ്പൊ ആദ്യം തന്നെ ഗുജറാത്ത് ആണ് ആദ്യത്തെ സ്ഥലം ഈ ഒരു കൺട്രോളിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ജോഗ്രഫിക്കൽ പെക്യൂലിയാരിറ്റീസ് ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിന്റെ ജോഗ്രഫിക്കൽ പെക്യൂലിയാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ലോങ് കോസ്റ്റ് ലൈൻ. ഒന്നാമത്തെ പെക്യൂലിയാരിറ്റി എന്ന് പറഞ്ഞാൽ ലോങ് കോസ്റ്റ് ലൈൻ, നല്ല നീണ്ട ഒരു കടലിന്റെ ഒരു സ്ഥലമാണ് ആ ഒരു ഭാഗത്തുള്ളത്. അതുകൊണ്ടാണ് സെവറൽ സീ പോർട്ട് എക്സിസ്റ്റ് ദെയർ. സീ പോർട്ടുകളൊക്കെ ഒരുപാട് ഈ ഒരു സ്ഥലത്തുണ്ട്, ഗുജറാത്തിലുണ്ട്. With the conquest of Gujarat, these seaports came under the control of Alauddin Khilji. അപ്പോൾ ഈ ഒരു ഗുജറാത്തിന്റെ കോൺക്വസ്റ്റോട് കൂടിയിട്ട്, അതായത് ഗുജറാത്ത് ഇവരുടെ ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിന്റെ അവിടെ അധീനതയിലായപ്പോൾ ഈ സീ പോർട്സും ഇവരുടെ അലാവുദ്ദീൻ ഖിൽജിയുടെ അധീനതയിലായി. ഓക്കെ, ഹി കുഡ് ഇമ്പോർട്ട് ഫൈൻ ഹോഴ്സസ് ഫ്രം ഇറാഖ് ത്രൂ ദീസ് പോർട്സ്. അപ്പൊ ഈ പോർട്സിലൂടെ അലാവുദ്ദീൻ ഖിൽജി ഹോഴ്സസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തു. എവിടുന്ന്? ഇറാഖിൽ നിന്ന് ഹോഴ്സസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തു. This strengthened his military power and he conquered the regions in the southern and western India. അപ്പൊ ഈ ഹോഴ്സസ് ഒക്കെ വന്നപ്പോൾ ഇവരുടെ മിലിറ്ററി പവർ നന്നായിട്ട് കൂടി. അതുകൊണ്ട് തന്നെ ഹി കോൺകേർഡ് കുറേ സൗത്തേണിലും വെസ്റ്റേൺ ഇന്ത്യയിലെ കുറേ റീജിയൻസ് ഒക്കെ ഇവര് കൈയടക്കി. ഖിൽജി ഡൈനാസ്റ്റി വാസ് സക്സീഡഡ് ബൈ തുഗ്ലക് ഡൈനാസ്റ്റി. അടുത്തത് ഖിൽജി ഡൈനാസ്റ്റിനെ സക്സീഡ് ചെയ്തത് ആരാണ്? തുഗ്ലക് ഡൈനാസ്റ്റി ആണ്. തുഗ്ലക് ഡൈനാസ്റ്റിയുടെ മെയിൻ ഇമ്പോർട്ടന്റ് റൂളർ ആയിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്. To rule more efficiently, he shifted his the capital from Delhi to Devagiri and renamed later as Daulatabad. അതായത് ആളുടെ ആ ഒരു ഭരണം നന്നായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്നും ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തിട്ട് ദേവഗിരിയിലേക്ക് മാറ്റി. അതിനുശേഷം എന്ത് സംഭവിച്ചു? വീണ്ടും ദൗലതാബാദ് എന്ന് പേര് നൽകി. ദൗലതാബാദ് വാസ് സിറ്റുവേറ്റഡ് ഓൾമോസ്റ്റ് അറ്റ് ദി സെന്റർ ഓഫ് ദി എക്സ്പാൻഡഡ് സ്റ്റേറ്റ്. അതായത് ദൗലതാബാദ് ഈ ഒരു സ്റ്റേറ്റ് അവര് കൈയടക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങളുടെ ഏറ്റവും സെന്ററിലായിരുന്നു ഈ ഒരു ദൗലതാബാദ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ മുഹമ്മദ് ബിൻ തുഗ്ലക് thought that all the regions could be controlled effectively by shifting the capital from Delhi to Daulatabad. അപ്പൊ ഈ ഒരു മുഹമ്മദ് ബിൻ തുഗ്ലക് വിചാരിച്ചത് എന്തായിരുന്നു? അവർക്ക് കുറേ സ്ഥലങ്ങൾ, അതായത് ക്യാപിറ്റൽ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എല്ലാ റീജിയൻസും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നായിരുന്നു. പക്ഷേ later he found that shifting the capital was not practical and withdrew decision. വീണ്ടും ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ അത് ശരിയായില്ല. ആ ഒരു റൂളൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. The rulers of the Sayyid and Lodi dynasty who succeeded Tughlaq dynasty were weak. അപ്പൊ ഈ ഒരു തുഗ്ലക് ഡൈനാസ്റ്റി ക്ക് ശേഷം വന്നവരാണ് റൂളേഴ്സ് ഓഫ് സയ്യിദ് ആൻഡ് ലോഡി ഡൈനാസ്റ്റീസ്. ഇവരൊക്കെ ഭയങ്കര വീക്ക് ആയിരുന്നു.
The Sultanate rule began to decline with the end of Tughlaq dynasty. Tughlaq dynastyക്ക് ശേഷം ഈ Sultanate rule അങ്ങനെ ഇല്ലാതെയാവുകയാണ് ചെയ്തത്. ഓക്കെ, നമുക്ക് നോക്കാം ഡൽഹി അണ്ടർ ദ മുഗൾ റൂൾ. മുഗൾ റൂളിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് നോക്കാം. The armies of Sultanate ruler Ibrahim Lodi and Babur, the ruler of Kabul, fought at Panipat near Delhi. അപ്പോൾ ഈ 26th April 1526 ഈ ഒരു സുൽത്താനേറ്റ് റൂളർ ഇബ്രാഹിം ലോഡി ആൻഡ് ബാബർ ദ റൂളർ ഓഫ് കാബൂൾ ഫോർട്ട് അറ്റ് പാനിപ്പറ്റ്. പാനിപ്പറ്റിൽ ഫോർട്ട് ചെയ്തു. ഓക്കെ, അവര് യുദ്ധം ചെയ്തു. Since the army of Babur made use of cannon and gunpowder, they could easily defeat the army of Ibrahim Lodi. അപ്പൊ ഇബ്രാഹിം ലോഡിനെ എളുപ്പത്തിൽ തന്നെ ഇവർക്ക് കീഴടക്കാൻ പറ്റി. എന്തുകൊണ്ടാണ്? യൂസിങ് ഓഫ് കാനൺ ആൻഡ് ഗൺ പൗഡർ. ഇതൊക്കെ ഉള്ള കാരണം, ബാബറിന്റെ കയ്യിൽ ഇതൊക്കെ ഉള്ള കാരണം എളുപ്പത്തിൽ തന്നെ ഇബ്രാഹിം ലോഡിനെ അവർക്ക് കീഴ്പ്പെടുത്താൻ പറ്റി. ബാബർ entered the Sultanate reign and established a new rule known as the Mughal rule. അപ്പോൾ അതിനുശേഷം ബാബർ ഈ ഒരു ഇബ്രാഹിം ലോദിനെ കീഴടക്കിയ ശേഷം വന്നിട്ടുള്ള റൂളാണ് മുഗൾ റൂൾ. ഓക്കെ, പുതിയൊരു ഭരണമാണ് ഈ ഒരു മുഗൾ റൂള്. അതായത് ഈ ബാബർ കാഴ്ചവെച്ചത്, അതിന് പേര് ഇട്ടത് എന്താണ്? മുഗൾ റൂൾ. ഓക്കെ, ഡൽഹിയാണ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ബാബറിന്റെ, അതുപോലെ തന്നെ കഴിഞ്ഞ ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്, ഇതൊക്കെയാണ് മുഗൾ റൂളേഴ്സ്. ഓക്കെ, മുഗൾ റൂൾ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബാബർ വാസ് ലേറ്റർ എക്സ്റ്റെൻഡഡ്. അതിനുശേഷം ബാബറിന് ശേഷം മുഗൾ റൂള് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാണ് ചെയ്തത്. അടുത്തത് അക്ബർ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് ദി മുഗൾ എംപയർ. അപ്പൊ മുഗൾ എംപയർ എക്സ്പാൻഡ് ചെയ്തതിൽ അക്ബറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്തത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് റോള് ആരായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആരായിരുന്നു? അക്ബർ ആയിരുന്നു. He formed a huge army. നല്ല വലിയൊരു ആർമി തന്നെ അദ്ദേഹം ഫോം ചെയ്തു. To maintain it, he adopted a special system known as Mansabdari. Mansabdari എന്ന് പറഞ്ഞ, അതായത് ഈ ഒരു വലിയൊരു ആർമി തന്നെ ഫോം ചെയ്തു. അത് നോക്കി നടത്താനായിട്ട് ഒരു സ്പെഷ്യൽ സിസ്റ്റം എന്തായിരുന്നു? അത് മൻസബ്ദരി. എന്താണ് ഇതിൽ മൻസബ്ദരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അണ്ടർ ദിസ് സിസ്റ്റം, ഈ ഒരു സിസ്റ്റത്തിൽ എവറി ഓഫീസർ വാസ് ലയബിൾ to maintain a specific number of soldiers. അതായത് ഈ ഒരു സിസ്റ്റത്തിൽ എല്ലാ ഓഫീസർമാരും ഒരു സ്പെസിഫിക് നമ്പർ, ഇത്ര നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അത്രയും നമ്പർ സോൾജിയേഴ്സ് ഓരോരുത്തരും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, രാജാ മൻസിംഗ്, രാജാ തോർദാർ മാൽ, ബീർബൽ, രാജാ ജയ്സിംഗ്, ഇവരൊക്കെ ആയിരുന്നു ഇമ്പോർട്ടൻറ്റ് രജ്പുത്സ്. ഈ ഒരു മുഗൾ പീരീഡിൽ ഇമ്പോർട്ടൻറ്റ് രജ്പുത്സ് ആരൊക്കെ ആയിരുന്നു? ഇവരൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ദ മുഗൾ എംപയർ എക്സ്പാൻഡഡ് ദ മോസ്റ്റ് ഡ്യൂറിങ് റെയിൻ ഓഫ് ഔറംഗസീബ്. ഔറംഗസീബിന്റെ ഭരണകാലത്താണ് ഈ മുഗൾ എംപയർ ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്തത്. അവരിങ്ങനെ കൂട്ടി കൊണ്ടുവന്നു. ഹി റൂൾ ഫോർ 50 years. 50 വർഷം ഈ ഒരു ഔറംഗസീബ് ഭരിച്ചു. Though the empire began to decline after Aurangzeb, it lasted until 1857. ഔറംഗസീബിനോട് കൂടിയിട്ട് ഈ ഒരു മുഗൾ എംപയർ ഡിക്ലൈൻ ചെയ്തു എങ്കിലും 1857 വരെ അത് തുടർന്നുകൊണ്ടിരുന്നു. ഓക്കെ, prepare a seminar paper on the expansion of Sultanate Mughal rule in medieval India. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്കത് ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം സെന്റേഴ്സ് ഓഫ് പവർ ഇൻ സദേൺ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ. അപ്പൊ സദേണിലും വെസ്റ്റേൺ ഇന്ത്യയിലും എന്തൊക്കെയാണ് സെന്റേഴ്സ് ഓഫ് പവർ എന്ന് നോക്കാം. ചോള, വിജയനഗര, ബാമണി, ഇതൊക്കെ സദേൺ റീജിയണിലെ, സദേൺ ഇന്ത്യയിലെ കിങ്ഡംസ് ആയിരുന്നു. മറാത്ത വെസ്റ്റേൺ ഇന്ത്യയിലെ കിങ്ഡം ആയിരുന്നു. ഓക്കെ, അപ്പൊ ചോള കിങ്ഡം എന്താണെന്ന് നോക്കാം. ചോള ഡൈനാസ്റ്റി ബിക്കെയിം പവർഫുൾ ബൈ CE 9th century. ചോള ഡൈനാസ്റ്റി നല്ല പവർഫുൾ ആയത് എപ്പോഴാണ്? CE 9th century.
Raja Chola and Rajendra Chola were the prominent rulers. Chola rulers. അപ്പോൾ ആരൊക്കെയായിരുന്നു prominent Chola rulers? Who were the prominent Chola rulers? Raja Chola and Rajendra Chola. The Cholas had a powerful navy. നല്ല powerful ആയിട്ടുള്ള ഒരു navy ഉണ്ടായിരുന്നു ഈ ചോളാസിന്. The influence of the Cholas was extended even to countries like മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യൻ ഐലൻഡ്സ്. അതായത് ഇവരുടെ ഈ ഒരു ഇൻഫ്ലുവൻസ് എവിടേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു? ഇന്ത്യയിൽ മാത്രമല്ല, മലേഷ്യയിലും ഇന്തോനേഷ്യൻ ഐലൻഡ്സിലൊക്കെ എത്തിപ്പെടാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു ചോള കിങ്ഡത്തിൽ ഇതൊക്കെയാണ് പറയുന്നത്. രാജരാജ ചോള, രാജേന്ദ്ര ചോള, അതുപോലെ തന്നെ ചോളാസ് ഹാഡ് എ പവർഫുൾ നേവി, അതുപോലെ തന്നെ ഏതൊക്കെ കൺട്രീസിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്തത് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ചോള ഡൈനാസ്റ്റിയിൽ, ചോള കിങ്ഡത്തിൽ പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം വിജയനഗര കിങ്ഡം. ദിസ് ഈസ് എൻ എക്സ്ട്രാക്ട് ഫ്രം ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പേർഷ്യൻ ട്രാവലർ അബ്ദുൾ റസാഖ്. അബ്ദുൾ റസാഖിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു എക്സ്ട്രാക്ട് ആണ് ഇതിൽ. അപ്പൊ നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. ദ പ്രിൻസ് ഹാഡ് ഇൻ ഹിസ് ഡൊമിനിയൻസ് 300 ports, each to which is equal to Calicut, and on terra firma his territories comprise a space of 3 months journey. The country is for the most part well cultivated, very fertile. The troops amount in number to 11 lakhs. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. There were many ports in വിജയനഗരയിൽ കുറേ പോർട്സ് ഉണ്ട്. പിന്നെന്താണ്? സ്പേസ് ഓഫ് ടെറിട്ടറീസ് കംപ്രൈസസ് സ്പേസ് ഓഫ് 3 months ജേർണി. പിന്നെന്താണ്? വെരി ഫെർട്ടൈൽ, കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ വെരി ഫെർട്ടൈൽ ആണ്. പിന്നെ ട്രൂപ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ട്രൂപ്സ് എമൗണ്ട് ഇൻ നമ്പർ ടു 11 lakhs. ഇതൊക്കെ പറയുന്നുണ്ട് അല്ലെ ഈ ഒരു എക്സ്ട്രാക്റ്റില്, ഡിസ്ക്രിപ്ഷനിൽ. Vijayanagara kingdom was established by Harihara and Bukka in CE 14th century. Vijayanagara kingdom established ആരാണ്? ഹരിഹര ആൻഡ് ബുക്ക in CE 14th century. 14ാമത്തെ നൂറ്റാണ്ടിലാണ് ഈ ഒരു ഹരിഹരയും ബുക്കയും ചേർന്നിട്ടാണ് വിജയനഗര കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്തത്. Who is the main ruler? കൃഷ്ണദേവരായ was the major ruler of വിജയനഗര. അപ്പൊ ഇതിൽ ഈ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. എന്തൊക്കെയാണ്? ഫെർട്ടൈൽ സോയിൽ ആയിരുന്നു, അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഇതിൽ 2-3 പോയിന്റുകളും, അതുപോലെ തന്നെ ആരായിരുന്നു മെയിൻ റൂളറും എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അടുത്ത ബഹ്മനി കിങ്ഡം. ബഹ്മനി കിങ്ഡം എന്ന് പറഞ്ഞാൽ അലാവുദ്ദീൻ ഹസൻ ബഹ്മൻ ഷാ was the founder of Bahmani kingdom. ഈ ഒരു ബഹ്മനി കിങ്ഡം ഫൗണ്ട് ചെയ്തത് അലാവുദ്ദീൻ ഹസൻ ബഹ്മൻ ഷാ ആണ്. The Raichur region located between the Tungabhadra and the Krishna rivers was fertile. അപ്പൊ ഈ ഒരു റൈച്ചൂർ റീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഫെർട്ടൈൽ സോയിൽ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് നോൺ ആസ് ദി റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ. ഈ ഒരു റൈസ് ബൗൾ, RICE ആയിരിക്കും, റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ റൈസ് ബൗൾ എന്നാണ് ഈ ഒരു സ്ഥലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. The rulers of Bahmani and Vijayanagara frequently engaged in wars to gain control over റൈച്ചൂർ റീജിയൻ. അതായത് ഈ ബാഹ്മനി കിങ്ഡത്തിലെ റൂളേഴ്സും വിജയനഗര കിങ്ഡത്തിലെ റൂളേഴ്സും നല്ല യുദ്ധങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ റൈച്ചൂർ റീജിയൻസ് കൺട്രോൾ, അതായത് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് മറാത്ത കിങ്ഡം ആണ്. മറാത്ത കിങ്ഡംസിൽ 17th സെഞ്ചുറിയിലാണ് മറാത്ത മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ട് മാറിയത്. എന്തൊക്കെയാണ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. The Vidya Satpura mountain ranges and the Narmada Tapti rivers separated Maratha regions from the nearby regions. മറ്റ് റീജിയൻസിനെ സെപ്പറേറ്റ് ചെയ്തത് ഈ ഒരു മൗണ്ടെയിൻസും അതുപോലെ തന്നെ റിവേഴ്സും ഒക്കെയാണ്. These geographical features offered natural protection to it. Marathi language and literature instilled a sense of unity among the
മറാത്താസ്. അതായത് ഈ ഒരു ജോഗ്രഫിക് ഫീച്ചേഴ്സ് കാരണം നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറാത്തി ലാംഗ്വേജും ലിറ്ററേച്ചറും ഒക്കെ ഈ മറാത്താസിന്റെ ഇടയിൽ ഒരു നല്ലൊരു യൂണിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ശിവാജി വാസ് ദി മേജർ റൂളേഴ്സ് ഓഫ് ദി മറാത്ത കിങ്ഡം. മറാത്ത കിങ്ഡത്തിലെ ഏറ്റവും മേജർ റൂളർ എന്ന് പറയുന്നത് ശിവാജിയാണ്. ഹി അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ഛത്രപതി. ഛത്രപതി എന്ന ഒരു ടൈറ്റിൽ അദ്ദേഹം അഡോപ്റ്റ് ചെയ്തു. The Marathas had strong army and navy. Strong army, navy ഒക്കെ ഉണ്ട്. It helped them to be major political power. അത് തന്നെയാണ്, സ്ട്രോങ് നേവിയും ആർമിയും ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പൊളിറ്റിക്കൽ പവർ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പൂനെ വാസ് ദി ക്യാപിറ്റൽ ഓഫ് ദി മറാത്ത കിങ്ഡം. അപ്പൊ പൂനെയാണ് ഈ ഒരു മറാത്ത കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്ന്. ഇറ്റ് വാസ് ദി ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദാറ്റ് ഇൻസ്പയർഡ് റൂളേഴ്സ് ടു ഓഫ് ഡൽഹി ആസ് എ സെൻട്രൽ പവർ. ഡൽഹിനെ സെൻട്രൽ പവർ ആക്കാൻ കാരണം എന്താണ്, അതിന്റെ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് അണ്ടർ ദി ടോമർ കിങ്സ് ദാറ്റ് ഡൽഹി ബിക്കം ഫസ്റ്റ് സെന്റർ ഓഫ് പവർ. അതുപോലെ തന്നെ സുൽത്താനേറ്റ് റൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ഡൽഹി ആസ് ഇസ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖൽജിനെ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം ബാബർ ഇബ്രാഹിം ലോധിനെ ഡിഫീറ്റ് ചെയ്തു ബാറ്റിൽ ഓഫ് പാനിപ്പറ്റില്. എന്നിട്ടൊരു മുഗൾ റൂള് സ്റ്റാർട്ട് ചെയ്തു. അക്ബറും ഔറംഗസീബും പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് ദി മുഗൾ എംപയർ. മുഗൾ എംപയർ ഉണ്ടാക്കാനായി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഔറംഗസീബാണ്. അക്ബറും ഔറംഗസീബും ഒരുപാട് ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഡിഫറെൻറ്റ് സെന്റേഴ്സ് ഓഫ് പവർ എക്സിസ്റ്റഡ് ഇൻ വെസ്റ്റേൺ സദേൺ ഇന്ത്യ ഡ്യൂറിങ് ദ മെഡീവൽ പീരീഡ്. അത് ആരൊക്കെയാ നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയായിരുന്നു? ചോള കിങ്ഡം, വിജയനഗര, ബാഹ്മനി, മറാത്ത, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്, ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ മുന്നത്തെ ഭാഗം ഞാൻ മുകളിൽ ഐക്കാർഡായിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ ചാപ്റ്ററും നമ്മൾ ഈ ഒരു വെക്കേഷനിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്